ഇന്ന് അനീഴാണ്. അപ്പോൾ ഇതേ തലേന്ന് തന്നെ ഞാൻ കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ തലേന്ന് അമ്മൂനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് പൊട്ടിച്ച പൂവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂ മാത്രമേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ പൂക്കൾ പറിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ സമയമുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ പൂക്കൾ പറിക്കാൻ പോവാണ്. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂക്കൾ പറിക്കാൻ പോകുന്നത്. അതും അവർക്കൊരു നൊസ്റ്റാൾജിയാണല്ലോ. അവരുടെ കുട്ടിക്കാലം ഓർക്കാനും ഓണക്കാലം ഓർക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ നൊസ്റ്റാൾജിയ കൂടിയാണല്ലോ. അപ്പോൾ നമ്മളിന്ന് പൂക്കൾ പറിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. പറിച്ചിട്ടാണ് ഇന്ന് ഇടുന്നത്. പറിച്ചിട്ടും വീട്ടിലുള്ളതും കൂടി മിക്സ് ചെയ്ത് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ജോലിയുള്ള കാരണം നമുക്ക് അവരെ കൊണ്ട് പൂ പറിക്കാനോ പുറത്തേക്ക് ഇറങ്ങാനൊന്നും സമയം കിട്ടില്ല. നേരത്തെ പോവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ കൊണ്ട് പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോയി. അതൊരു ചെറിയ നൊസ്റ്റാൾജിയാണല്ലോ. എനിക്കും എൻ്റെ കുട്ടിക്കാലമൊക്കെ ഒന്ന് ഓർമ്മ വന്നു കേട്ടോ. പണ്ടത്തെ ആ പൂ പറിക്കാൻ പോകുന്നതും എല്ലാം ഒന്ന് ഓർമ്മ കിട്ടി. അപ്പോൾ അവർക്കും ഇതൊരു ഓർമ്മയാണല്ലോ അവരുടെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ. നമ്മൾ ആവശ്യത്തിനുള്ള പൂവൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ. ഇപ്പം എന്നെ വീട്ടിലിരിപ്പുണ്ടല്ലോ. ഒന്ന് മതി. അമ്മൂസ് പൊട്ടിച്ചോണ്ടേയിരിക്കുന്നുണ്ട്.